ജാതകം ഭാഗം 4. അമ്മ എന്താ പറഞ്ഞേ? എന്റെ വിവാഹം നിശ്ചയിക്കാൻ പോകുന്നു എന്നോ? ആരോട് ചോദിച്ചിട്ടാണ് ഓരോ തീരുമാനമെടുക്കുന്നത്? എന്നോട് ഒരു വാക്ക് ചോദിച്ചോ അമ്മ? അമ്മയ്ക്ക് ഇതിനൊക്കെ എങ്ങനെ തോന്നുന്നു? പറയ്. ഇന്നലെ വരെ എന്റെയും ശ്രീയുടെയും പ്രണയത്തിന് പിന്തുണ നൽകിയ അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പറയ്. ശ്രീയുടെ വീട്ടിൽ നിന്നും വന്ന വിവേക് അമ്മയോട് തട്ടിക്കയറി. അവളുടെ വീട്ടിൽ നിന്ന് പത്മനാഭനോട് സുഭദ്ര പറയുമ്പോൾ ആണ് അവന് വിവാഹ നിശ്ചയത്തെക്കുറിച്ച് അറിയുന്നത് പോലും. തന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ഓരോന്ന് തീരുമാനിക്കുന്നതിൽ അവന് അതിയായ രോഷമുണ്ടായെങ്കിലും അവൻ അതൊക്കെ ഉള്ളിലടക്കുകയായിരുന്നു. വല്യച്ഛന്റെ മുന്നിൽ വെച്ച് ഒരു വാക്കുതർക്കം വേണ്ട എന്നവൻ തീരുമാനിച്ചു. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. നിന്റെ വിവാഹം അധികം വൈകാതെ തന്നെ ഞാൻ നടത്തും. അതൊരിക്കലും ശ്രീയുമായി അല്ല. എന്റെ വാക്ക് ധിക്കരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്നെ നീ ജീവനോടെ കാണില്ല, ഉറച്ച സ്വരത്തിൽ സുഭദ്ര പറഞ്ഞു. ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞു എന്ന് കരുതി എനിക്കെന്റെ പ്രണയത്തെ വിട്ടുകളയാനാവില്ല. അവൾ എന്റെ ജീവനാണ്. അവളെയല്ലാതെ മറ്റൊരാളെ എനിക്കെന്റെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും ആകില്ല. ഒരു ജാതകത്തിനും ഞങ്ങളെ പിരിക്കാനും വിട്ടുകൊടുക്കാതെ വിവേക് പറഞ്ഞു. ഇല്ല, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവളുമായുള്ള നിന്റെ വിവാഹത്തിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ആ വിവാഹം നടന്നാൽ നീ എന്നെ ജീവനോടെ കാണില്ല, സുഭദ്ര ആക്രോശിച്ചു. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവളുമായി അല്ലാതെ മറ്റാരെങ്കിലുമായി എന്റെ കല്യാണം നടത്താൻ തുനിഞ്ഞാൽ എന്നെയും നിങ്ങൾ ജീവനോടെ കാണില്ല. എനിക്ക് അമ്മയെപ്പോലെ പ്രിയപ്പെട്ടതാണ് അവളും. പ്രണയിച്ച പെണ്ണിനെ മറ്റൊരാൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവളെ വിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കാനോ എന്നെക്കൊണ്ടാവില്ല. ഞാനൊരു നട്ടെല്ലില്ലാത്തവനല്ല. അവിടെ വെച്ച് എനിക്കിതിനെ എതിർക്കാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം എന്താണെന്നറിയുമോ? അമ്മ ഒരാളുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ശ്രീയല്ലാതെ മറ്റൊരുവൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വിവേക് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. മനസ്സിൽ പലതും കണക്ക് കൂട്ടി സുഭദ്രയും. അപ്പച്ചിയും വിവേകും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് നോക്കി അങ്ങനെ അവിടെ നിന്നു. പിന്നെ അവൾ അകത്തേക്ക് പോയി സാരിയൊക്കെ അഴിച്ച് കുളിച്ച് താഴേക്ക് വന്നു. അച്ഛന് അവളോട് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിലും അയാൾ മൗനം പാലിച്ചു. അവളും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മറ്റേതോ ലോകത്തായിരുന്നു. ഓരോന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇന്ന് തന്റെ കീഴിലെ സ്റ്റാഫിലെ ഒരാളുടെ വെഡ്ഡിംഗ് റിസപ്ഷനുള്ള കാര്യം ഓർമ്മ വന്നത്. എല്ലാ കാര്യവും മൈൻഡിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് അവൾ അച്ഛനെയും കൂട്ടി റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഒരുവിധം എല്ലാവരും അവിടെ എത്തിയിരുന്നു. എല്ലാവരോടും അവൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ഇരുന്നു. മനസ്സൊന്ന് റിലാക്സ് ആവുന്നതായി അവൾക്ക് തോന്നി. കിരണും അവിടെ വന്നിരുന്നു. അവൻ പത്മനാഭനുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അതിനിടയിൽ ശ്രീയെ നോക്കാനും അവൻ മറന്നില്ല. രാത്രി കുറച്ചായപ്പോൾ അവർ അവിടെ നിന്നിറങ്ങി. അവരുടെ സ്വന്തമായ കാറിലായിരുന്നു അവർ യാത്ര പോയത്. പകുതിയിലെത്തിയപ്പോൾ അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് മറ്റൊരു വണ്ടി നിന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അവളിൽ വല്ലാത്തൊരു ഭയം ആ സമയം ഉടലെടുത്തിരുന്നു. തനിക്ക് പിന്നിൽ ആഴ്ചകളോളം കുറച്ചു ദിവസമായി വധഭീഷണി മുഴക്കി നടക്കുന്ന മന്ത്രിയുടെ ആളുകളാണതെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. അനധികൃതമായി ഭൂമി കൈവശം വെച്ച കേസിൽ വിചാരണ നേരിടുകയാണ് മന്ത്രി തോമസ് കുര്യൻ. അയാളെ കുടുക്കിയ റെയ്ഡിന് പിന്നിൽ വലിയൊരു പങ്ക് ശ്രീക്കുണ്ടായിരുന്നു. അതിന്റെ വെറുപ്പ് അവളോട് അയാൾക്കുമുണ്ട്. തടിമാടന്മാരായ 5ഓളം ആളുകൾ മുന്നിൽ നിരന്ന് നിന്നത് കണ്ട അവൾ വണ്ടി പിന്നിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെയും അവൾ പരാജയപ്പെട്ടു. അവൻ പിന്നിൽ മറ്റൊരു വണ്ടി കൊണ്ടു നിർത്തി. അതിൽ നിന്നും 5-ലേറെ പേർ ഇറങ്ങി വന്നു. ആരുമില്ലാത്ത ഒരു വിജനമായ പ്രദേശമായിരുന്നു അത്. പോരാത്തതിന് രാത്രിയും. ഇതൊക്കെ കാണെ ആ അച്ഛനിൽ ഒരു പേടി ഉടലെടുത്തിരുന്നു എങ്കിലും അയാൾ പുറമേ കാണിച്ചില്ല. അയാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ഇത്? നിങ്ങളൊക്കെ ആരാണ്? എന്തിനാണ് വണ്ടി തടഞ്ഞത്? പത്മനാഭൻ ചോദിച്ചു. ഞങ്ങൾ ആരാണെന്നും എന്തിനാണ് വണ്ടി തടഞ്ഞതുമെന്നും തന്റെ മോളില്ലേ ഈ IAS-കാരി അവൾക്കറിയാം, കാറിൽ നിന്നിറങ്ങിയ ശ്രീയെ നോക്കി അതിലൊരുവൻ പറഞ്ഞു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, മുന്നിൽ നിന്ന് മാറണം, ഞങ്ങൾക്ക് വീട്ടിൽ പോണം, ഉറച്ച ശബ്ദത്തിൽ യാതൊരു പേടിയും വാക്കിൽ പ്രകടമാക്കാതെ ശ്രീ പറഞ്ഞു.
മോള് കാറിൽ ഇരുന്നോ, പുറത്തേക്ക് ഇറങ്ങണ്ട, പത്മനാഭൻ അവളോടായി പറഞ്ഞുവെങ്കിലും അവൾ അത് അനുസരിച്ചില്ല. എന്തോ? എങ്ങനെ? ഒന്നുകൂടി പറഞ്ഞേ മാഡം. ഞങ്ങൾ മാറി നിൽക്കണോ? അതിനാണോ പൊന്നുമോളെ നിന്നെ ഫോളോ ചെയ്ത് ഒരിടം ഒത്തുവന്നപ്പോൾ ഞങ്ങൾ നിന്നെ അങ്ങ് കുടുക്കിയത്? എന്തായാലും നീ ഒരു അടാറ് ചരക്ക് തന്നെ. കൊന്നു തള്ളാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. പക്ഷെ അതിനു മുന്നേ നിന്നെ ഞങ്ങൾ ഒന്ന് രുചിച്ചു നോക്കട്ടെ അല്ലേ മച്ചാനെ? കൂട്ടത്തിൽ ഒരുത്തനെ നോക്കി അതിലൊരുവൻ പറഞ്ഞു. ഡാ, തനിക്കൊന്നും വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? അവരുടെ വാക്കുകൾ കേട്ട് രോഷാകുലനായ പത്മനാഭൻ പറഞ്ഞു. അച്ഛനൊന്ന് മാറിക്കൊടുക്ക്. അവർ ഇവളെ തൊടാനാവുമെങ്കിൽ അവരൊന്ന് തൊടട്ടെ. പുറകിൽ നിന്നും കേട്ട ദൃഢമായ ശബ്ദം എല്ലാവരുടെയും കാതിൽ പതിഞ്ഞു. അവർ എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പുറകിൽ കാറിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ആളെ കണ്ട് സ്ത്രീയുടെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു. കിരൺ സാർ. അവനെ കാണെ അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൾ തനിക്ക് മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. കിരണിനെ അവിടെ കണ്ടതിൽ അവരുടെയൊക്കെ മുഖത്തൊരു ഞെട്ടൽ ദൃശ്യമായിരുന്നു. കത്തുന്ന കണ്ണുകളുമായി കിരൺ അവർക്ക് മുന്നിലേക്ക് വന്നു. അവന്റെ കണ്ണിൽ നിന്നുള്ള ആ തീജ്വാല അവരെ ഒട്ടൊന്നും ഭയപ്പെടുത്താതിരുന്നില്ല. തുടരും.